കാസർഗോഡ് ബോവിക്കാനത്ത് ഫുട്ബോൾ കളിയെ ചൊല്ലി ക്ലബ്ബ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പോവൽ സ്വദേശി അബ്ദുൽ ഖാദർ എന്ന 19-കാരനാണ് മരിച്ചത്. വൈകിട്ട് 4 മണിയോടെയാണ് ബോവിക്കാനം ടൌണിൽ വെച്ച് രണ്ട് ക്ലബ്ബ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ സംഘർഷത്തിന് തുടർച്ചയായിരുന്നു ഇത്. ബോവിക്കാനം ടൌണിലെത്തിയ അബ്ദുൽ ഖാദറിനെയും സുഹൃത്തുക്കളെയും മറ്റൊരു സംഘം ആക്രമിക്കുകയായിരുന്നു. നസീർ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിനും പുറത്തും കുത്തേറ്റ അബ്ദുൽ ഖാദർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആഫിയാദ്, സദാത്ത് എന്നിവരെ മംഗലൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാത്രി വിദേശത്തേക്ക് പോവാനിരിക്കെയാണ് അബ്ദുൽ ഖാദർ കൊല്ലപ്പെട്ടത്. ഇവർ 3 പേരുണ്ടായിരുന്നു. ഇവരെന്തോ ഹോസ്പിറ്റലിൽ ദുബായിൽ പോകാൻ വേണ്ടി എന്തോ വാങ്ങാൻ വേണ്ടി പോയത്, പോയിക്കാണ്ടേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഏകപക്ഷമായിട്ടുള്ള ആക്രമണമെന്ന് പറഞ്ഞത്. ഇന്ന് സംഘർഷാവസ്ഥയോ പിന്നെ അടവ് പിന്നെ ഒരു പ്രാദേശിക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ടാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇന്നലെ പറഞ്ഞു നിർത്തിരുന്നു. അവിടെ ഇന്നലെ ഈ പിന്നെ ക്ലബ്ബായിട്ട് പ്രശ്നം പറഞ്ഞു നിർത്താണ്. മൂളിയാറിലെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് യൂസുഫിന്റെ മകനും യൂത്ത് ലീഗ് പ്രവർത്തകനുമാണ് അബ്ദുൽ ഖാദർ. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മൂളിയാർ പഞ്ചായത്തിൽ ഹർത്താലിന് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.